നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നീ മാത്രമെൻ തണലെന്നും, നീ മതി എന്നേശുവേ. നീ മാത്രമെൻ തണലെന്നും, നീ മതി എന്നേശുവേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 3 വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അത് നിന്നോട് ഏറിയ യാചന കഴിക്കുമോ? സാവധാന വാക്ക് നിന്നോട് പറയുമോ? എന്നുള്ള ആഴമായ ചോദ്യങ്ങളാണ് ഇവിടെ ഓർപ്പിച്ചിട്ടുള്ളത്. നദീഹൈം എന്ന് പറയുന്ന ഈ മഹാമൃഗം ഏറ്റവും ശക്തിയേറിയ മൃഗമാണെന്നും ഒന്നിനെയും ഭയപ്പെടാതെ മുൻപോട്ട് പോകുന്നു എന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ ബലശാലിയായത് ബലമില്ലാത്തതിനോട് യാചിക്കുന്ന ഒരു കാലഘട്ടം നീ കണ്ടിട്ടുണ്ടോ? ഒരു സാഹചര്യം നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ചരിത്രത്തിലേക്ക് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എപ്പോഴും യാചന കഴിക്കാറുള്ളത് ബലമില്ലാത്തതാണെന്നും ബലമുള്ളതിനോടാണ് യാചിക്കപ്പെടുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാറുണ്ട്. ഇവിടെയും അതുതന്നെയാണ് ചോദിക്കുന്നത്. ബലശാലിയായ ഒരു വ്യക്തി ബലമില്ലാത്തതിനോട് യാചിക്കുന്നില്ല എങ്കിൽ ബലമുള്ളതിന് അതിൻ്റെ കഴിവിനെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർപ്പിക്കുകയാണ്. രാജാക്കന്മാർക്ക് എഴുതിയ 2 പുസ്തകം 5 അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ കുഷ്ഠരോഗിയായിരുന്നു. തന്നെ ഇസ്രായേലിലേക്ക് പോയെന്നാൽ നിന്റെ രോഗത്തിന് സൗഖ്യം ലഭിക്കുമെന്ന് പറഞ്ഞ് ആ നിലയിൽ താൻ കടന്നു പോകുകയും താൻ രാജാവിൻ്റെ അരികിൽ വരുമ്പോൾ രാജാവ് ഭയപ്പെട്ടെങ്കിലും പ്രവാചകനായ എലീശ തൻ്റെ അരികിലേക്ക് അവനെ അയക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എലീശയുടെ അരികിൽ വന്ന നയമാൻ തൻ്റെ കുഷ്ഠം മാറുന്നതിന് വേണ്ടിയുള്ള ഒരു യാചന കഴിക്കുന്നത് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു സേനാപതി എന്നൊക്കെ പറയുന്നത് വളരെ ശ്രേഷ്ഠനായ മനുഷ്യനാണ്. ഒരു പ്രവാചകൻ സാധാരണക്കാരനുമാണ്. എങ്കിലും ഈ ലോകത്തിൻ്റെ ബലവും ആരോഗ്യവും പണവും പേരും പ്രസിദ്ധിയുമൊക്കെ ലോകത്തിലുള്ളവർക്ക് വലുതാണെങ്കിൽ പോലും ദൈവത്തിന് അത് വലുതല്ലെന്നും അവൻ്റെ പ്രസിദ്ധി കൊണ്ട് അവന് പലതും നേടുവാൻ കഴിയില്ലെന്നും ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ ലോകം അംഗീകരിക്കുന്നില്ലെങ്കിലും ലോകം വില നൽകുന്നില്ലെങ്കിലും സാധുക്കളായ ദൈവാത്മാവുള്ള ചിലരെ ദൈവം ബലവാന്മാരായി തിരഞ്ഞെടുത്തു വച്ചിരിക്കുന്നു എന്ന് ഈ വാക്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുക തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2 നിലകളിലുള്ള ബലശാലികൾ ലോകത്തുണ്ട്. ഒന്ന്, ഈ ലോകത്തിൻ്റെ പേരും പ്രസിദ്ധിയും പണവും ശ്രേഷ്ഠതയും സ്ഥാനവും മാനവുമുള്ളവരാണ്. എന്നാൽ ദൈവം ബലവാന്മാരാക്കി വച്ചിരിക്കുന്നവരുമുണ്ട്. ദൈവം നമ്മെ ബലവാന്മാരാക്കിയിരിക്കുന്നു എങ്കിൽ
ബലഹീനരായ ലോക മനുഷ്യരുടെ മുമ്പിൽ നാം കരം നീട്ടേണ്ടതില്ല. ദൈവം നമ്മെ നടത്തുവാൻ വിശ്വസ്തനെന്നോർത്ത് നമുക്ക് മുന്നേറാം. അതിനുള്ള കരുത്തു ദൈവം നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ബലമില്ലാത്ത ഞങ്ങളെ ബലവാന്മാരാക്കി വെച്ചിരിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങയുടെ മുൻപിൽ മാത്രം യാചിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.